തെളിച്ചമേകാൻ പൊൻപുലർക്കാലം വെളിച്ചമാകുമ്പോ നുറുങ്ങുവെട്ടം പക്ഷിപരാഗം തെളിച്ചു കാട്ടുമ്പോ വരുന്നു ദൈവം മനസ്സിനുള്ളിൽ തിളക്കമേകിടാൻ തരുന്നു ധ്യാന പ്രകാശമാർക്കും വിളക്ക് വയ്ക്കുമ്പോൾ നുറുങ്ങുവെട്ടം ഇറങ്ങിടട്ടെ ഹൃദന്തമെല്ലാം യുഗപ്രകാശത്താൽ മറഞ്ഞിടട്ടെ മനാന്ധകാരം യുഗപ്രസാദത്താൽ നുറുങ്ങുവെട്ടം. ക്രിസ്തുവിൽ സ്നേഹമുള്ളവരെ, ജീവിതം കാത്തിരിപ്പിൻ്റെ മാധുര്യം അനുഭവിക്കുവാൻ കഴിയുമ്പോഴാണ് അർത്ഥമുണ്ടാകുന്നത്. കാത്തിരിക്കാത്ത ജീവിതങ്ങളൊക്കെ പാതി വഴിയെ അവസാനിക്കാൻ സാധ്യതകളുണ്ട്. ജീവിതത്തെ മുന്നോട്ട് നയിക്കുവാനായിട്ട് നമ്മളെ ബലപ്പെടുത്തുന്നത് ചില കാത്തിരിപ്പുകളാണ്. കാരണം ദൈവം വാഗ്ദാനം ചെയ്തതൊക്കെ നമ്മളിൽ പൂർത്തീകരിക്കപ്പെടുമെന്നുള്ളൊരു ഒരു കാത്തിരിപ്പ് നമുക്കുണ്ടാകണം. ദൈവം ഓരോ മനുഷ്യജീവിതത്തിലും ചില വാഗ്ദാനങ്ങൾ നൽകിയിട്ടുണ്ട്. ആ വാഗ്ദാനങ്ങൾ പൂർത്തീകരിക്കപ്പെടുവോളം കാത്തിരിക്കുവാനായിട്ടുള്ള ക്ഷമ ഇന്ന് മനുഷ്യജീവിതങ്ങളിൽ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇന്നെല്ലാം ഫാസ്റ്റ് ഫുഡ് മനോഭാവമാണ്. ചെന്ന ഉടനെ തന്നെ എനിക്ക് ലഭിക്കണം. പലപ്പോഴും നമ്മൾ ആഗ്രഹിക്കുന്നതൊക്കെ ഉടനടി ലഭിക്കുന്നില്ലെങ്കിൽ നമ്മുടെയൊക്കെ ജീവിതം വളരെ വിഷമകരമായി മാറാൻ കാരണമെന്താണ്? കാത്തിരിപ്പിൻ്റെ മാധുര്യം നമ്മൾ കൂടെ കൊണ്ടു നടക്കാറില്ല. കാത്തിരിക്കാനായിട്ടുള്ള മനസ്സില്ലായ്മ തന്നെയാണ്. ദൈവം നിന്നെക്കുറിച്ച് ഒത്തിരി കാര്യങ്ങൾ വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. ഒത്തിരി അനുഗ്രഹങ്ങൾ നിൻ്റെ ജീവിതത്തിൽ വർഷിക്കുവാനായിട്ട് ദൈവം കാത്തിരിക്കുന്നു. ആ ദൈവത്തിൻ്റെ സമയത്തിനായി നമുക്ക് കാത്തിരിക്കാൻ കഴിയാത്തത് എന്തുകൊണ്ട്? പലപ്പോഴും നമ്മുടെ വിശ്വാസക്കുറവ് തന്നെയാണ്. കാത്തിരുന്നവരുടെയൊക്കെ ജീവിതങ്ങളാണ് അനുഗ്രഹമായിട്ട് മാറിയിട്ടുള്ളത്. വിശുദ്ധ ഗ്രന്ഥത്തിലുടനീളം നമ്മൾ കണ്ടുമുട്ടുന്ന ഓരോ വ്യക്തികളും കാത്തിരിപ്പിൻ്റെ പാഠം നമുക്ക് നൽകുന്നുണ്ട്. പൂർവ്വപിതാവായ അബ്രഹാം ദൈവം വാഗ്ദാനം ചെയ്തു വർഷങ്ങൾ കഴിഞ്ഞ് കാത്തിരുന്നതിന് ശേഷമാണ് ആ വാഗ്ദാനം പൂർത്തീകരിക്കപ്പെടുന്നത്. അതുപോലെ തന്നെ രക്ഷകനെ കാത്തിരുന്ന ഒരു ജനസമൂഹം, അവർ ദീർഘനാളുള്ള കാത്തിരിപ്പിന് ശേഷമാണ് അവർക്ക് രക്ഷകനെ ലഭിക്കുന്നത്. പാതി വഴിയെ കാത്തിരിപ്പിൻ്റെ ആ ക്ഷമ നഷ്ടപ്പെടുമ്പോൾ പ്രിയമുള്ളവരെ നമുക്ക് പരാജയം സംഭവിക്കും. അതുകൊണ്ട് ജീവിതത്തെ അനുഗ്രഹമാക്കുവാൻ, ജീവിതത്തിലെ നന്മ നമുക്ക് സ്വന്തമാക്കുവാനായിട്ട് നമുക്ക് കാത്തിരുന്നേ മതിയാവുകയുള്ളൂ. അതുകൊണ്ട് വാശി പിടിക്കാതിരിക്കാം. നിൻ്റെ ഇഷ്ടങ്ങൾ ഉടനടി നടപ്പാക്കുവാൻ വാശി പിടിക്കാതെ ദൈവം ഇടപെടുന്നതുവരെ ആ ഇഷ്ടങ്ങളുമായി നിനക്ക് കാത്തിരിക്കാൻ കഴിഞ്ഞാൽ നിൻ്റെ ജീവിതം അനുഗ്രഹമായി മാറും. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.